ഇന്നത്തെ അറിയിപ്പുകൾ. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ അപേക്ഷിക്കാം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ ഡിസംബർ 16 വരെ സമർപ്പിക്കാം. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റ് എന്നിവ വഴി അപേക്ഷ നൽകാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷയാണ് ക്ഷണിച്ചത്. അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾ ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സിറ്റിസൺ പോർട്ടൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നവരുടെ മാർക്ക് കണക്കാക്കിയാണ് കാർഡ് നൽകുന്നതിന്റെ മുൻഗണന നിശ്ചയിക്കുക. അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞതാണ് വീണ്ടും അവസരം നൽകാൻ കാരണം. അതിനാൽ എല്ലാ അപേക്ഷകരെയും മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. വൃക്ക, കരൾ, ഹൃദ്രോഗമുള്ളവർ, ക്യാൻസർ ബാധിതർ എന്നിവർക്ക് അപേക്ഷ ലഭിച്ച് 24 മണിക്കൂറിനകം പരിശോധന പൂർത്തിയാക്കി കാർഡ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അന്തർ സംസ്ഥാന റൂട്ടിൽ ടിക്കറ്റ് നിരക്ക് കുറച്ച് സ്വകാര്യ ബസ്സുകളുമായി മത്സരിക്കാൻ KSRTC ഒരുങ്ങുന്നു. അന്തർ സംസ്ഥാന സർവീസുകളിൽ ഡൈനാമിക് പ്രൈസിംഗ് എന്ന പുതിയ സംവിധാനം നടപ്പാക്കാൻ KSRTC ഡയറക്ടർ ബോർഡ് അനുമതി നൽകി. ഡൈനാമിക് പ്രൈസിംഗ് സംവിധാനത്തിലൂടെ ടിക്കറ്റുകൾ 50% കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കും. തുടർന്ന് വരുന്ന 40% ടിക്കറ്റുകൾ നിലവിലുള്ള നിരക്കിൽ തന്നെയായിരിക്കും വിൽക്കുന്നത്. ബാക്കിയുള്ള 10% ടിക്കറ്റുകൾക്കായി യാത്രക്കാരുടെ ആവശ്യം കൂടുന്നതനുസരിച്ച് നിരക്ക് വർദ്ധിപ്പിക്കും. ബംഗളൂരു, ചെന്നൈ, മൈസൂരു, കോയമ്പത്തൂർ, മംഗളൂരു, മണിപ്പാൽ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള പ്രീമിയം സർവീസുകളിലാണ് ഈ മാറ്റം വരുന്നത്. സാധാരണയായി വെള്ളിയും ഞായറും ഒഴികെയുള്ള ദിവസങ്ങളിൽ പല സർവീസുകൾക്കും വേണ്ടത്ര യാത്രക്കാർ ഉണ്ടാവാറില്ല. ഈ സമയങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാറുണ്ട്. എന്നാൽ യാത്രക്കാരുടെ ആവശ്യം കൂടുമ്പോൾ സ്വകാര്യ ബസ്സുകൾ നിരക്ക് ഇരട്ടിയോ അതിൽ കൂടുതലോ ആക്കാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് KSRTCയുടെ പുതിയ നീക്കം. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആരംഭിച്ചതോടെ മധ്യ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള ബസ് യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യവും KSRTCയുടെ പുതിയ തീരുമാനത്തിന് കാരണമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള 2 മാസത്തെ പെൻഷൻ 20 മുതൽ വിതരണം ചെയ്യും. 3600 രൂപയാണ് ഇത്തവണ ഒരാളുടെ കൈകളിലെത്തുക. നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഗഡുവായ 1600 രൂപയും നവംബറിലെ 2000 രൂപയുമാണ് വിതരണം ചെയ്യുക. ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർത്തു. ഇതിനായി 1864 കോടി രൂപ ഒക്ടോബർ 31 ധനവകുപ്പ് അനുവദിച്ചിരുന്നു.